കേരള വിഷൻ വരിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ടെലിവിഷൻ ഓൺ ചെയ്യുമ്പോൾ റിമോട്ടിലെ വോളിയം ഒഴികെ ഏത് ബട്ടൺ അമർത്തിയാലും 24 നിങ്ങൾക്ക് മുന്നിലെത്തും. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരത്തെ കല്ലറ മരുതമൺ ജംഗ്ഷനിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് വയോധിക റോഡിലേക്ക് തെറിച്ചു വീണു. ഇന്നലെ വൈകുന്നേരമാണ് ഈ അപകടം ഉണ്ടായത്. ദൃശ്യങ്ങൾ 24-ന്. എ വി ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, എന്താണ് ശരിക്കും സംഭവിച്ചത്? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. വളരെയധികം ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ബസ്സിന്റെ പിൻ ഡോറിൽ നിന്ന് ഒരു വൃദ്ധ തെറിച്ചു വീഴുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം തിരുവനന്തപുരം കല്ലറ മരുതമൺ ജംഗ്ഷനിലാണ് ഇത്തരത്തിൽ ഒരു അപകടം നടന്നത്. ജില്ലയിൽ തന്നെ പാലോടും പാങ്ങോടുമൊക്കെയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന റോഡാണ്. ആ റോഡിലൂടെ ഓടുന്ന ഒരു സ്വകാര്യ ബസ്സാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഇത്തരത്തിലൊരു അപകടമുണ്ടാക്കിയത്. നാട്ടുകാർ തന്നെയാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ നമുക്ക് എത്തിച്ച് തരുന്നത്. എന്തായാലും 60 വയസ്സ് പ്രായമുള്ള ഒരു യുവതിയാണ് ഇന്നലെ ബസ്സിൽ നിന്ന് ഇത്തരത്തിൽ തെറിച്ചു വീണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ ബസ്സിന്റെ അപകടം നടക്കുന്ന സമയത്ത് ഈ ബസ്സിന്റെ പിൻവാതിൽ അടച്ചിരുന്നില്ല. ഇതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നും സംഭവ സ്ഥലത്തുണ്ടായ നാട്ടുകാർ പറയുന്നുണ്ട്. ഈ വൃദ്ധയ്ക്ക് ഈ അപകടത്തിൽ പല്ലിനും മറ്റും വലിയ തോതിലുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ഇവരുടെ താടിയിൽ ഉൾപ്പെടെ പൊട്ടിയെന്നും നാട്ടുകാർ വ്യക്തമാക്കുന്നുണ്ട്. ഈ അപകടത്തിന് ശേഷം ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമികമായ ചികിത്സ നൽകി വിട്ടയക്കുകയും ചെയ്തു. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. പക്ഷേ അപ്പോഴും ഈ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ വാതിലുകൾ അടച്ചു വേണം ഇത്തരത്തിൽ സർവീസ് നടത്താനെന്നൊരു ചട്ടം മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഇവിടെ ലംഘിക്കപ്പെടുന്നു എന്ന കാഴ്ച തന്നെയാണ് ഇത്തരം ഒരു അപകടത്തിലേക്ക് നയിക്കുന്നതെന്നാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പോലീസ് കേസെടുത്തതായി അറിയില്ല. പക്ഷേ എടുക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഈ സ്വകാര്യ ബസ്സുകളും മറ്റും ഇത്തരത്തിൽ ചട്ടവിരുദ്ധമായി യാത്ര ചെയ്യുമ്പോൾ അത് യാത്രക്കാരുടെ സുരക്ഷിതത്വത്തെ ബാധിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്തായാലും ഈ സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും നടപടിയെടുക്കുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അത്രമാത്രം ഞെട്ടിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ SKN 24-ലൂടെ നമ്മൾ കാണിക്കുന്നത്. ഗീതു, എന്തായാലും ഈ അമ്മയ്ക്ക് വലിയ പരിക്കൊന്നുമില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം.